യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു തന്നെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങളും വിശ്വസിക്കേണ്ടവർക്കുള്ള അടയാളങ്ങൾ കൂടെയാണ്. അപ്പോൾ തന്നെ ചില രൂപകങ്ങൾ യോഹന്നാൻ അടയാളങ്ങളായി ഉപയോഗിച്ചിട്ടുമുണ്ട്. അതിലൊന്നാണ് ഈ വാക്യങ്ങളിൽ കാണുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അഗ്നിസർപ്പങ്ങളുടെ ആക്രമണം നേരിട്ടു. കഠിന വിഷമുള്ള മരുഭൂമിയിലെ പാമ്പുകളുടെ ആക്രമണത്തിൽ പലരുടെയും ജീവൻ നഷ്ടമായി. എന്നാൽ ദൈവത്തോട് നിലവിളിക്കുകയും തങ്ങളുടെ അവിശ്വാസത്തെയും അനുസരണക്കേടിനെയും കുറിച്ച് അനുതപിക്കുകയും ചെയ്ത ജനത്തിന് ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു പ്രത്യേക കാര്യം ദൈവം നിർദ്ദേശിച്ചു. അത് ഒരു താമ്രസർപ്പമുണ്ടാക്കി ജനത്തിന് കാണാൻ കഴിയും വിധം നാട്ടുക എന്നതായിരുന്നു. അഗ്നിസർപ്പത്തിൻ്റെ കടിയേൽക്കുന്നവർ വിശ്വാസത്തോടെ ഈ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഈ സംഭവത്തെ യേശു ഒരു അടയാളമായി ഉപയോഗിക്കുന്നു. താമ്രസർപ്പത്തെ ഏവർക്കും കാണാൻ വിധത്തിൽ ഉയർത്തി നിർത്തിയതുപോലെ യേശുവിനെയും ഉയർത്തി നിർത്തും. പാപം നിമിത്തം മരിക്കുന്നവർ വിശ്വാസത്തോടെ യേശുവിനെ നോക്കിയാൽ ജീവിക്കും. യേശു ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഉപയോഗിച്ച ഈ പ്രതിരൂപ പ്രസംഗം പിന്നീട് അവിടുത്തെ ക്രൂശിലെ മരണത്തോടെ യാഥാർത്ഥ്യമായി. അന്നു മുതൽ യേശുവിനെ സകല മനുഷ്യർക്കായും ഉയർത്തി നിർത്തിയിരിക്കുന്നു. ചരിത്രത്തിൽ അനേക ക്രൂശ് മരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും യേശുവിൻ്റേത് മാത്രം ലോകമെമ്പാടും പ്രസംഗിക്കുന്നു. മറ്റെല്ലാം വിസ്മൃതിയിലാണ്ടു. കാരണം യേശു മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷകൻ. ഏതു കാലത്തും ഏതൊരാൾക്കും നിത്യജീവൻ പ്രാപിക്കാൻ യേശുവിനെ ഇന്നും ഉയർത്തിയിരിക്കുന്നു. ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ കൊണ്ട് താമ്രസർപ്പത്തെ നോക്കിയവർ എങ്ങനെ പാമ്പിൻ്റെ വിഷത്തിൽ നിന്ന് രക്ഷ നേടിയെന്ന് മനസ്സിലാക്കാനാകില്ല. യേശുവിൻ്റെ ക്രൂശിലൂടെയുള്ള രക്ഷയും വിശ്വാസത്തോടെ സ്വീകരിക്കേണ്ടതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.